ഈ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഏതാനും നിമിഷം വരെ ഒരു ശമാശനായിരുന്ന ഡീക്കനായിരുന്ന മാർട്ടിൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകത്താൽ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പുരോഹിതനായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, മാർട്ടിൻ തന്നെയാണ്. കാരണം മാർട്ടിൻ തീവ്രമായി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു വൈദികനായി തീരുക എന്നുള്ള കാര്യം. ദീർഘനാളത്തെ ഒരുക്കം അതിൻ്റെ പിന്നിലുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് മാർട്ടിൻ ഏതാണ്ട് 13 വർഷം ഒരുങ്ങി. കാരണം സെമിനാരിലെ 3 വർഷത്തെ പഠനത്തിന് ശേഷം അന്ന് ഡിഗ്രിക്ക് പോകണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രിക്ക് പോയി. അത് കഴിഞ്ഞ് സെമിനാരി ഫിലോസഫി അത് 1 വർഷത്തെ ഇളവോടുകൂടി പഠിച്ചു. തുടർന്ന് റീഎൻസി കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് റോമിൽ പോയി 4 വർഷത്തെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 13 വർഷം അദ്ദേഹത്തിന് പഠിക്കാനിടയായി. അതെല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല. ഓരോ വൈദിക വിദ്യാർത്ഥിയുടെ ജീവിതത്തിലും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ രീതിയിലൂടെയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും. അങ്ങനെ ദൈവത്തിൻ്റെ സവിശേഷമായൊരു ഇടപെടൽ, പ്രത്യേകമായ ഒരു കരുതലും സ്നേഹവും മാർട്ടിനോടുണ്ടായിരുന്നു എന്നുള്ളത് മാർട്ടിനെ അടുത്തറിയാവുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതിനുശേഷമാണ് മാർട്ടിൻ ഇന്നേ ദിവസം നമ്മൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചത്. അപ്പോൾ മാർട്ടിൻ നമുക്ക് ഓർക്കാം. ഞങ്ങളെല്ലാവരുടെയും നാമത്തിൽ മാർട്ടിന് ആശംസകൾ നേരുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളിയാണെങ്കിലും നല്ലൊരു കയ്യടി കൊടുത്ത് മാർട്ടിനെ നമുക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ദൈവവിളി ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പ്രത്യേകമായ ഒരു പദവിയിലേക്ക് ഉയർത്തുന്നത്. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന എന്നീ പ്രാരംഭ കൂദാശകളുടെ സ്വീകരണത്തിലൂടെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അൽമായരും സന്യാസികളും വൈദികരും ഒക്കെ കർത്താവായ ഈശോയുടെ ജീവനിലും ദൗത്യത്തിലും പങ്കാളികളാണ്. അവിടുത്തെ ജീവന് പങ്കാളികളാകുന്നതോടൊപ്പം അവിടുത്തെ 3 ദൗത്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകും. പഠിപ്പിക്കുക എന്ന പ്രബോധന ദൗത്യത്തിലും, വിശദീകരിക്കുക എന്ന പുരോഹിത ദൗത്യത്തിലും, നയിക്കുക എന്ന ലീഡർ ദൗത്യത്തിലും നമ്മൾ പങ്കാളികൾ. നമ്മളെല്ലാവരും അതെ. വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിച്ച കാര്യം നമുക്കറിയാം. നമ്മളെല്ലാവരും പുരോഹിതരാണ്. അതിന് നമ്മൾ പൊതു പൗരോഹിത്യം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം. ഈ പൊതു പൗരോഹിത്യം ലഭിച്ച വ്യക്തികൾക്ക്, സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം പ്രത്യേകമായി നൽകുന്ന പൗരോഹിത്യമാണ് ശുശ്രൂഷ പൗരോഹിത്യം, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. മാർട്ടിൻ ഇന്ന് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പലവട്ടം ഈ പൗരോഹിത്യപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ്, പ്രസംഗം കേൾക്കുന്നവരാണ്. കാലഘട്ടങ്ങളൊക്കെ മാറി. പഴയ കാലഘട്ടത്തേക്ക് അപേക്ഷിച്ച് ഒരു പുരോഹിതൻ്റെ ജീവിതത്തെ അടുത്ത് നിന്ന് നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ പുരോഹിതർ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയാം. എങ്കിലും ദൈവശാസ്ത്രപരമായി താത്വികമായി ചിന്തിക്കുമ്പോൾ ഒരു പുരോഹിതൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഹെബ്രായ ലേഖനമാണല്ലോ ഇന്ന് വായിച്ച 5-ാമത്തെ അധ്യായം. ദൈവം ജനത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ, ശുശ്രൂഷ ചെയ്യാൻ, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തവനാണ് പുരോഹിതൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മാർട്ടിനോട് കൂടിയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് മാർട്ടിനാണ് മനസ്സിലായത് ആദ്യമേ തന്നെ. തൻ്റെ ഹൃദയത്തിൽ അത് തോന്നുന്നേ, തൻ്റെ ഹൃദയത്തിൽ തമ്പുരാൻ തന്നെ വിളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത തോന്നിയപ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കളോട് പറഞ്ഞു കാണും, അല്ലെങ്കിൽ പറഞ്ഞില്ലായിരിക്കാം. പിന്നീട് സെമിനാരിയിലേക്ക് പോകുന്ന അവസരത്തിലായിരിക്കും പറഞ്ഞു കാണും. അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് SLC കഴിഞ്ഞപ്പോൾ സെമിനാരി പോകാൻ ആഗ്രഹം പറഞ്ഞു. സെമിനാരി ചേർന്നു. ദീർഘനാളത്തെ പരിശീലനത്തിലൂടെ കടന്നു വന്ന് വൈദികനായിരിക്കുകയാണ്. ഒപ്പം പ്രിയമുള്ളവർ, നമുക്കറിയാം ഒരു വൈദികൻ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബാധമാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യേക സ്നേഹിതനാണ്. നമ്മളൊക്കെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരാണ്, സ്നേഹിതരെല്ലാവരും. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, സ്നേഹിതന്മാരാണ്. സ്നേഹിതരോടാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത്. എത്ര സമയങ്ങൾ, എത്ര മണിക്കൂറുകൾ
സ്നേഹിതരുടെ കൂടെ ചെലവഴിക്കാനും നമുക്ക് സാധിക്കും. നമ്മൾ ചെയ്യുന്നുമുണ്ട്. കർത്താവ് ഒരു പുരോഹിതനെ തൻ്റെ സ്നേഹിതനായിട്ട് കണക്കാക്കുന്നത്. തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ ആ പുരോഹിതന് വെളിപ്പെടുത്തി കൊടുക്കുന്നു, അവനോട് സംസാരിക്കുന്നു, അവനെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. ഒപ്പം ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 16, 17 അധ്യായങ്ങളായിട്ട് പറയുക, ഒരു പുരോഹിതൻ ലോകത്തിൽ ജീവിക്കുന്നവനാണ്. ലോകത്തിൽ തനിക്ക് അനുവദനീയമായ കാര്യങ്ങളൊക്കെ അവന് ഇടപെടാം. പക്ഷെ അവൻ ഈ ലോകത്തിൻ്റേതല്ല, മറ്റൊരു ലോകത്തിൻ്റേതാണ്. ഈ ലോകത്തിൽ പാദമൂന്നി നിത്യതയെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യേണ്ടവനും മറ്റുള്ളവരെ അതിലേക്ക് നയിക്കേണ്ടവനുമാണ് പുരോഹിതൻ. പ്രയാണം ചെയ്യുന്ന നമ്മളൊക്കെ ചെയ്യുന്നു, നമ്മളൊക്കെ തീർത്ഥാടകരാണ്. പക്ഷേ മറ്റുള്ളവരെ നയിക്കുവാൻ കൂടിയുള്ള ഉത്തരവാദിത്വം പുരോഹിതൻ ഏറ്റെടുക്കുകയായി ചെയ്യുന്നു. ഒപ്പം പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, നമുക്ക് ഏക മധ്യസ്ഥനാണുള്ളത്. അത് കർത്താവായ ഈശോയാണ്. ആ കർത്താവായ ഈശോയുടെ ഏക മാധ്യസ്ഥത്തിൽ പങ്കുചേർന്ന് ലോകം മുഴുവനു വേണ്ടി, സഭ മുഴുവനു വേണ്ടി, ഓരോ വിശ്വാസിക്കും വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടവനാണ്, അവരെ ആസ്വദിക്കേണ്ടവനാണ് പുരോഹിതൻ. മാർട്ടിനച്ചൻ ധൈര്യമായിട്ട് ഇനി കര ഉയർത്തി പ്രാർത്ഥിക്കാം, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. വരുന്ന രോഗികൾക്കൊക്കെ കർത്താവായ ഈശോ അതിനുള്ള അധികാരം നൽകിയിരിക്കുക ചെയ്യുന്നു. ഒപ്പം നമുക്കറിയാം, ഒരു പുരോഹിതൻ ജനത്തിനു വേണ്ടി ക്ലേശങ്ങൾ ഏറ്റെടുക്കേണ്ടവനാണ്, സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടവനാണ്. അവരുടെ രോഗങ്ങളും വേദനയൊക്കെ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ ആ രോഗങ്ങളും ആ സഹനങ്ങളൊക്കെ വൈദികർക്ക് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടവനാണ് പുരോഹിതൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന, തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുവാനായിട്ട് പറ്റുന്ന മേഖലകളൊക്കെ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. 2 വത്തിക്കാൻ കൗൺസിലിന് ശേഷം വൈദിക ജീവിതം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ ജീവിതമായിട്ട് കണക്കാക്കുന്നത്. എല്ലാവരും അത് ശരിക്കും മനസ്സിലാക്കി അതുപോലെ അങ്ങ് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു സെർവൻറ്റ് ലീഡർഷിപ്പാണ് കൊടുക്കുന്നത്. ഒരു യജമാനൻ്റെ ശുശ്രൂഷയല്ല, ഒരു ദാസൻ്റെ ശുശ്രൂഷ. കർത്താവ് തന്നെ പറയുകയുണ്ടായല്ലോ, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കാനും വന്നതാണെന്ന ചിന്ത തീർച്ചയായിട്ടും മാർട്ടിനച്ചനുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാർട്ടിൻ ഭാഗ്യവാനാണ്. തമ്പുരാൻ്റെ പ്രത്യേകമായ കൃപയും അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യമൊക്കെ ഉണ്ട്. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പോയി പഠിച്ച് വിവിധങ്ങളായ അനുഭവങ്ങളൊക്കെ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ. മാർട്ടിൻ്റെ ഈ ദൈവവിളിയെ പ്രോത്സാഹിപ്പിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷെ നമുക്ക് മാതാപിതാക്കളെ മറക്കാൻ പറ്റിയില്ല. ജയ്സിനെയും സോണിയെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ മകൻ്റെ ആഗ്രഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളതിന് സമ്മതം മൂളിയല്ലോ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെ എതിർത്തുന്നെങ്കിൽ ചിലപ്പോൾ എതിർപ്പും അവഗണിച്ച് മാറ്റം പോകുമായിരിക്കും. എന്നാലും മാറ്റം ചില വിഷമം വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 1-2 തവണ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഏതൊരു പള്ളിയിൽ പോയി കർമ്മം കഴിഞ്ഞ് ഈ ബെഞ്ചിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ തോളത്ത് വന്ന് ആരോ തട്ടി. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചേർത്തിയാണ്. ഞാൻ ചോദിച്ചു, ചേർത്തി എന്നാണ്ട് വിശേഷം? അപ്പോൾ ചേർത്തി എന്നോട് പറയുക, പിതാവ് ഒരു പ്രാർത്ഥനാ നിയോഗത്തിന് വന്നതാണ്, അപ്പോൾ ചോദിക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ആ ചേർത്തി പറയുകയാണ്, എൻ്റെ മകൾ SSLC കഴിഞ്ഞപ്പോൾ അവൾക്ക് സിസ്റ്ററാകാൻ പോകണമെന്ന് താല്പര്യം പറഞ്ഞു. പക്ഷെ അത് ഞാൻ സമ്മതിച്ചില്ല. അത് ഞാൻ ആരാണെന്നറിയാമല്ലോ, ഭർത്താവ് സമ്മതിച്ചില്ല. അവളോട് പറഞ്ഞു, നീ +2 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം നീ കുറച്ചുകൂടെ തീരുമാനം എടുത്തിട്ട് പോയാൽ മതി. ഇപ്പോൾ അവൾ SLC പാസ്സായി. പിതാവേ, അവൾ ആ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുക. പക്ഷേ പുള്ളിക്കാരൻ മനസ്സ് മാറ്റിയിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ പിതാവ് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ മാതാപിതാക്കൾ ആ മക്കളോടുള്ള സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും ഒക്കെ അങ്ങനെ ചെയ്യും. പക്ഷെ അധികം പേരും മക്കളുടെ ഇഷ്ടം കണ്ടു കഴിയുമ്പോൾ വിട്ടുകൊടുക്കുന്നവരാണ്. ഏതായാലും ജയ്സിനും സോണിയയും മാർട്ടിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു സമർപ്പണം നടത്തി. അവർക്ക് തമ്പുരാൻ 3 ആമക്കളെ നൽകിയെന്നുള്ളത് വലിയ കൃപയാണ്. അപ്പോൾ അതിൽ ഒരാളെ തമ്പുരാന് കൊടുത്തത് ന്യായമായ കാര്യമാണ്. നിങ്ങളുടെ ത്യാഗത്തെ ഓർക്കുന്നു. നിങ്ങൾ മാർട്ടിന് വേണ്ടി ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓർക്കുകയാണ്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങളും കൃപകളും പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമുക്കറിയാം, എഡ്വിനും സാന്ദ്ര, എഡ്വിൻ്റെ ഭാര്യ, ഒപ്പം അലനും ഇവിടെയുണ്ട്, സഹോദരങ്ങളാണ്. അവരും തീർച്ചയായിട്ടും മാർട്ടിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മാർട്ടിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. മാർട്ടിൻ വർത്താനമൊക്കെ പറയുമ്പോൾ തൻ്റെ സഹോദരങ്ങളെ പറ്റി ഒത്തിരി താല്പര്യപൂർവ്വമാണ് സംസാരിക്കാറുള്ളത്. ഏറെ സ്നേഹത്തോടുകൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. അത് വീട്ടിൽ പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു.
റോസ ടീച്ചറിനെ പറ്റിയും വലിയ അഭിമാനപൂർവ്വമാണ് മാർട്ടിൻ സംസാരിച്ചിട്ടുള്ളത്. വെല്ലുമിച്ചുണ്ട്, ടീച്ചറാണ്. ഇപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്, ഇവിടെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. ടീച്ചറിനും ഞങ്ങൾ ഓർക്കുന്നു. ടീച്ചറിൻ്റെ സാന്നിധ്യവും നല്ല ജീവിതവും മാതൃകയൊക്കെ മാർട്ടിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. മാർട്ടിൻ നവാഭിഷേകത്തിനായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാർട്ടിന് ദൈവം പ്രത്യേകമായൊരു കൃപ, ഒരു അനുഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. പലരും ആഗ്രഹിക്കുന്നെങ്കിലും പലർക്ക് ലഭ്യമല്ലാത്ത ഒരു കൃപയാണ്. ഞാൻ ഇന്നലെ വേറൊരു ശമാശനോട് സംസാരിച്ചു, ഫോണിക്കൂടെ. നാളെ പട്ടം കൊടുക്കാനിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു നിനക്ക് എന്നാ സെമിനാരിൽ പോകണമെന്ന് താല്പര്യമുണ്ടായത്? അങ്ങനെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിതാവേ. ആദ്യം SLC കഴിഞ്ഞപ്പോഴും താല്പര്യം ഇല്ലായിരുന്നു. 2 കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ സെമിനാരിൽ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു ഞാനും പോരാന്ന് പറഞ്ഞ് പോയതാ. താല്പര്യത്തോടുകൂടി ഇന്നും അല്ല പോയത്. അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും താല്പര്യം തോന്നിയത്. എന്നിട്ട് കൊച്ചൻ എന്നോട് പറയുക, എന്നെ കൂട്ടിക്കൊണ്ട് പോയ 2 പേരും പൊക്കളഞ്ഞു. അവർ പിന്നെ അവരത് ഉപേക്ഷിച്ച് പോയി. ഞാനേ പിടിച്ചു നിന്നിട്ടുള്ളൂ. ഇതാണ് തമ്പുരാൻ്റെ വഴിയെന്ന് പറയുന്നത്. തമ്പുരാന് കൂട്ടിക്കൊണ്ട് വന്നവരെ മാറ്റി വിട്ടു, കൂട്ടിക്കൊണ്ട് വന്നയാൾക്ക് വൈദികനാകാൻ പോകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ഇവരെല്ലാം മാർട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മക്കളുടെ ദൈവവിളികൾ തിരിച്ചറിഞ്ഞ് അതിന് പ്രോത്സാഹനം കൊടുക്കുവാൻ കഴിയും. അത് മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ മറ്റ് മാതാപിതാക്കളൊക്കെ ഓർക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജന്മം നൽകി വളർത്തിക്കൊണ്ട് വന്ന് ഒരു സ്റ്റേജിലേക്കാകുമ്പോൾ അവർ ജീവിതാന്തസ് അവർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം, നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ജീവിതാന്തസ് എന്താണെന്നൊന്ന് ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. എന്നിട്ട് നീ തീരുമാനിച്ചു, നീ എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ സമ്മതിക്കാം. പക്ഷെ അങ്ങനെ ദൈവം വിളിക്കുന്നുണ്ട് എന്നൊരു ചിന്ത കൂടി കൊടുക്കണം. നമുക്ക് എൻജിനീയർമാർ വേണം, ഡോക്ടർമാരെയൊക്കെ വേണം. പക്ഷെ വൈദികരും നമുക്ക് ആവശ്യമാണ്, സിസ്റ്റേഴ്സിനെയും ആവശ്യമാണ്. സമർപ്പണ ജീവിതത്തിലേക്കുള്ള വിളി അത്യാവശ്യമാണ്. കുടുംബജീവിതത്തിൻ്റെ പുഷ്പിക്കലാണ് സമർപ്പണ ജീവിതത്തിലേക്കുള്ള വിളി എന്നാണ് പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ദൈവവിളിയെയും പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം നമുക്ക് അത്യാവശ്യം വൈദികരൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വർഷം നമുക്ക് 14 മെയ് മാസത്തിൽ ഒരാളും കൂടി 15 വൈദികർ കിട്ടും. നമ്മുടെ രൂപതയ്ക്ക് ദൈവവിളി ഉണ്ട്. അനേകം മക്കൾ മറ്റ് സന്യാസ സഭകളിലേക്കും പോകുന്നുണ്ട്. തമ്പുരാൻ അവരെ അങ്ങോട്ട് വിളിക്കുന്നു, അവർ പോകുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ദൈവവിളികൾ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം പല രാജ്യങ്ങളിലും ദൈവവിളികളില്ല. ഏതാനും വർഷങ്ങൾക്കും റോമിലെ ലാറ്റിൻ അമേരിക്കയുടെ ഒരു സിനഡ്, ആമസോൺ പ്രദേശങ്ങളെ പറ്റിയുള്ള ഒരു സിനഡ് നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത പിതാക്കന്മാരും ആളുകളും പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് വൈദികരേ ഇല്ല, ഞങ്ങളുടെ ദേവാലയങ്ങളെല്ലാം ശൂന്യമായി കിടക്കുകയാണ്, ഞങ്ങൾക്ക് വൈദികരെ വേണം. പരിശുദ്ധ പിതാവേ, വിവാഹം കഴിക്കാത്ത വൈദികരെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ വിവാഹിതരായ വൈദികരായാലും ഞങ്ങൾക്ക് തരണമെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ അവരുടെ ആവശ്യമാണ്. ഒരു വൈദികനില്ലാതെ ഒരു ക്രൈസ്തവ സമൂഹം പിടിച്ചു നിൽക്കുകയില്ല. കുർബാനയില്ലാതെ ഒരു ഇടവക നിലനിൽക്കുകയില്ല. വിശുദ്ധബലി അർപ്പിക്കാനും മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ആത്മീയ ഭൗതിക കാര്യങ്ങളൊക്കെ ഇടപെടാനും വൈദികർ ആവശ്യമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വൈദികർക്ക് വേണ്ടി നമ്മൾ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രത്യേകമായൊരു വരമാണ് മാർട്ടിനച്ചന് കൊടുത്തിരിക്കുന്നത്. ഈ വരം മാർട്ടിനച്ചന് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, മാർട്ടിനച്ചൻ ഇനി തുറക്കൽ കുടുംബത്തിന് സ്വന്തമല്ല. തുറക്കൽ കുടുംബത്തിന് ധാരാളം ദൈവവിളികളുണ്ട്. 5 അച്ഛന്മാർ തന്നെ ഉണ്ടെന്ന് ഇപ്പോൾ പറയുകയുണ്ടായി. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡൊമിനിക് ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്. ഡൊമിനിക് ജർമ്മനിയിൽ പഠിക്കുകയാണ്. ഏതാനും വർഷം കഴിയുമ്പോൾ വൈദികനാവും. മറ്റു വൈദികരും ഒരു OCDയിൽ അച്ഛനെ കണ്ടു തുറക്കൽ. ധാരാളം വൈദികരുണ്ട്. പക്ഷേ ഒരു വ്യക്തി വൈദികനായി തീരുമ്പോൾ സഭയുടെ പൊതു സ്വത്താണ്. കുടുംബത്തെ മറക്കുന്നില്ല, പക്ഷെ കുടുംബത്തിന് വേണ്ടി ഓർക്കണം, പ്രാർത്ഥിക്കണം, മാതാപിതാക്കളെ സന്ദർശിക്കണം, അതൊക്കെ പക്ഷെ പൊതു സ്വത്താണ്. അപ്പോൾ ഒരു വൈദികൻ്റെ കിട്ടിയിരിക്കുന്ന കൃപ എന്തിനു വേണ്ടിയാണെന്ന് നമ്മളും ഓർക്കുന്ന നല്ലതാണ്. അത് വളരെ മനോഹരമായിട്ട് പൗലോസ്ലീഹ എഫെസ്യസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിലെ 12-13 പദങ്ങളിൽ പറയുന്നുണ്ട്. അത് ഇന്നത്തെ 2ാമത്തെ കൈവെപ്പ് പ്രാർത്ഥനയിലും എടുത്തു പറയുകയുണ്ടായി. ഒരുവന് പ്രത്യേക വരം കൊടുക്കുന്നു. സഭയിൽ പ്രത്യേക വരങ്ങളുണ്ട്. പ്രവാചകരുണ്ട്, സ്ലീഹന്മാരുണ്ട്, അപ്പസ്തലന്മാരുണ്ട്, പ്രബോധകരുണ്ട്, പുരോഹിതരുണ്ട്. ഇതൊക്കെ പ്രത്യേക വരങ്ങളാണ്. ഈ വരങ്ങളൊക്കെ എന്തിനാണ് നൽകപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾക്ക് പ്രത്യേക വിളി ദൈവം കൊടുക്കും. ടീച്ചേഴ്സുണ്ട്, ഡോക്ടർമാരുണ്ട്, എൻജിനീയേഴ്സുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കൈക്കാരന്മാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒരു വരങ്ങളാണൊക്കെ.
ഈ വരങ്ങൾ നൽകപ്പെടുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധരെ പരിപൂർണരാക്കാനാണ്. എന്ന് പറഞ്ഞാൽ സഭാവിശ്വാസികളെ പൂർണ്ണതയിലേക്ക് നയിക്കാനായിട്ടാണ് വരം നൽകപ്പെടുന്നത്. അത് മാർട്ടിനച്ചനറിയാം. രണ്ടാമതായിട്ട് പറയുകയാണ് തൻ്റെ ശുശ്രൂഷ ജോലി നന്നായി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മാർട്ടിനച്ചൻ ഒന്നുകൊണ്ടും തമാശ പറയുന്നു, ഭയപ്പെടേണ്ട, പേടിക്കേണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. പിതാവ് ഏത് സ്ഥലത്തേക്ക് നിയോഗിച്ചാലും ധൈര്യപൂർവ്വം പൊക്കൂ. കാരണം അതിന് വേണ്ട കൃപകളും അനുഗ്രഹങ്ങളും ഈശോ തന്നുകൊള്ളും. അപ്പോൾ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായിട്ട് പൂർത്തീകരിക്കാനാണ് വരങ്ങൾ കൊടുക്കും. മൂന്നാമതായിട്ട് പറയുകയാണ് സഭയെ പടുത്തുയർത്താനാണ്, സഭാഗാത്രത്തെ പടുത്തുയർത്താൻ. ഒരു വൈദികൻ താൻ ചെയ്യുന്ന ശുശ്രൂഷകളുടെ സഭയാണ് പടുത്തുയർത്തുന്നത്. കർത്താവായ ഈശോ തുടങ്ങി വെച്ച ദൈവരാജ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ശുശ്രൂഷകളിലൂടെ, മറ്റെല്ലാത്തിലൂടെയും ദൈവരാജ്യത്തെ പടുത്തുയർത്താൻ. ഇതാണ് വരത്തിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, അച്ഛന്മാരുടെ വൈദികരുടെ ദൗത്യത്തെപ്പറ്റി ഞാൻ പറയേണ്ടതില്ല, ഓർമ്മപ്പെടുത്താൻ മാത്രം. ഒരു പുരോഹിതൻ്റെ പ്രധാനമായ ദൗത്യം വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. വചനമാകുന്ന ഈശോ അരുളി ചെയ്ത വചനത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു പുരോഹിതനുണ്ട്. പൗലോസ്യയുടെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ എത്ര ശക്തമായിട്ടാണ് പൗലോസ്യ അതേപ്പറ്റി പറയുന്നത്, എത്ര തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. കർത്താവായ ഈശോയും അപ്പോസ്തലന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവൻ പോയി എൻ്റെ സുവിശേഷം അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അത് ജെറുസലേമിൽ തുടങ്ങി ലോകത്തിൻ്റെ മുഴുവൻ അതിർത്തികളിലേക്ക് ചെല്ലണം എന്ന് പറയുകയാണ്. പൗലോസ്യ ആകട്ടെ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നീ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ജാഗരൂകതയോടെ വർത്തിക്കുക, നീ മനുഷ്യരെ ശാസിക്കുക, പഠിപ്പിക്കുക. ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന വചനമാണ്. കാരണം മനുഷ്യർ കാതിന് ഇമ്പകരമായ പ്രബോധനങ്ങളുടെ പിന്നാലെ പോകുന്ന സമയമാണ്. പക്ഷെ നീ അവരെ യഥാർത്ഥ പ്രബോധത്തെ പറ്റി ഓർമ്മപ്പെടുത്തണം. കൊറിന്ത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ്യ പറയും, നീ വചനം പ്രസംഗിക്കുന്നെങ്കിൽ അത് നിൻ്റെ കടമയാണ്, നീ വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനപ്രഘോഷണം ഒരു വൈദികൻ്റെ വലിയ ദൗത്യമാണ്. ആ സമയത്ത് നമുക്കറിയാം, വചനം പ്രസംഗിക്കുക ഏറ്റവും വിഷമകരമായ കാര്യമാണ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ഗൗദിയും എവഞ്ചേലി ഗൗദിയും സുവിശേഷന് സന്തോഷം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ഒരു ചാപ്റ്റർ മുഴുവൻ വചനപ്രഘോഷണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പരിശുദ്ധപിതാവ് തന്നെ പറയുകയാണ്, എനിക്കും പ്രസംഗിക്കുക ഭയങ്കര വിഷമാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഈ പിതാവ് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നില്ലോ, എനിക്കൊരു പ്രസവവേദന അനുഭവിച്ചിട്ട് വന്നാൽ ഞാനിത് പ്രസംഗിക്കുന്നത്. കാരണം ഓരോ ദിവസവും ഈ പട്ടം കൊടുക്കുമ്പോൾ എന്താ ഇവരോട് പറയണ്ടേ? തമ്പുരാൻ സഹായിച്ച് തോന്നിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കുറച്ചു നേരമൊക്കെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും, കുറച്ച് വായിക്കും, ധ്യാനിക്കും. അങ്ങനെയാണ്. അത് ഒരു പെടാപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മൾ വചനം പറയണം എന്നുള്ളതാണ്. വചനം പറയാത്ത ഒരു പുരോഹിത ശുശ്രൂഷയിൽ രണ്ടാമത് ഒരു പുരോഹിതൻ്റെ ദൗത്യം ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കൂദാശകളും കൂദാശ അനുകരണങ്ങളും എല്ലാം ഭക്തിയോടെ, വിശുദ്ധിയോടെ, തീക്ഷ്ണതയോടെ കൈകാര്യം ചെയ്യാനായിട്ടാണ് മാറ്റം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ കൂദാശകൾ പരികർമ്മം ചെയ്ത് തന്നെ വിശുദ്ധീകരിക്കുന്നതിലൂടെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട്, അത് കർത്താവിൻ്റെ വചനമാണ്. ഒരു പുരോഹിതൻ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കേണ്ടവനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവനാണ്, ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കേണ്ടവരാണ്. ഇതൊക്കെയാണ് ഒരു വൈദികൻ്റെ. മൂന്നാമതായിട്ട് ഒരു വൈദികൻ്റെ കടമ ജനത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. മിക്ക പ്രവാചകൻ അത് പറയുന്നുണ്ട്. ജനം ഉപദേശം തേടിയും ജ്ഞാനം തേടിയും നിൻ്റെ പക്കൽ വരുമ്പോൾ നീ അവർക്ക് ആവശ്യമായ ജ്ഞാനവും ഉപദേശവും നൽകാൻ തയ്യാറായിരിക്കണം. ഇപ്പം ജ്ഞാനവും ഉപദേശമൊക്കെ കൊടുക്കണമെങ്കിൽ എപ്പോഴും ജ്ഞാനത്തിൻ്റെ ഉറവിടമായ കർത്താവായ ഈശോയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം, എങ്കിലേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു നേതൃത്വം കൊടുക്കേണ്ട വ്യക്തി. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, പൗരോഹിത്യ ശുശ്രൂഷ, സെർവൻറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദാസനായിരിക്കാനുള്ള ശുശ്രൂഷയാണ്. മറ്റുള്ളവരുടെ ദാസനായിരിക്കുക, അതാണ് കർത്താവ് പഠിപ്പിച്ചത്. നമ്മുടെ പിതാക്കന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതാണ് അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല, അധികാരമുണ്ട്, അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല, ദാസ്യ വേല ചെയ്യാനായിട്ടാണ് ഒരു പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. മാറ്റിനെല്ലാം നന്മയും നേരുകയാണ്. ദൈവമാറ്റിനെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.
മാർട്ടിൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെയും കർത്താവായ ഈശോയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു ക്രിസ്തുവായി തീരാൻ ഇടയാകണം. ശുശ്രൂഷകളിലൂടെ വിശദീകരണ കർമ്മങ്ങളിലൂടെയെല്ലാം മനുഷ്യർക്ക് പ്രീതിയുള്ളവനായി തീരാൻ സാധിക്കട്ടെ. മാർട്ടിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു, നിങ്ങളെയും അഭിനന്ദിക്കുന്നു, നന്മ നേരുന്നു. നിങ്ങൾക്ക് ഇനി കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടും. കാരണം മാർട്ടിൻ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ പേരാവൂർ ഇടവയും ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അച്ഛൻ പറഞ്ഞു 46ാമത്തെ വൈദികനാണ്. 2 പേരുകൂടിയുണ്ട് ഈ വർഷം. 48ആയി. ദൈവവിളികൾ നമുക്ക് നൽകുന്ന, വൈദിക ജീവിതത്തിൽ വിളികൾ നൽകുന്ന തമ്പുരാൻ നന്ദി പറയാം. ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവിളികൾ സ്വീകരിക്കണം. ഇവിടെ കുറേ അൾത്താരപാലന്മാർ ഇരിപ്പുണ്ട്, നിങ്ങോട്ട് നോക്കിയാൽ കാണാം. അവരൊക്കെ അവരിൽ നിന്നാണ് ഭാവിയിൽ വൈദികർ ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് സാധാരണ നിലയിൽ. അപ്പോൾ അവരിതൊക്കെ കൂടി നല്ല ഭാവിയിൽ വൈദികരായി തീരട്ടെ. ഒപ്പം നമുക്ക് സമർപ്പിത സന്യാസം ഇങ്ങനൊരു ചിന്ത ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യണം. നന്മ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കർമ്മങ്ങളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് നടത്തുവാൻ നേതൃത്വം കൊടുത്ത മാർട്ടിന് എല്ലാവർക്കും നന്ദി പറയും. ഞാൻ പറയുന്നില്ല എങ്കിലും ഒക്കെ വന്നത്. അപ്പോൾ സന്തോഷമുണ്ട്. നമ്മുടെ ജിൻസിൻ്റെ നേതൃത്വത്തിൽ ജിൻസിൻ്റെ പെങ്ങളും ബ്രദേഴ്സൊക്കെ അടങ്ങിയ മറ്റുള്ളവരടങ്ങിയ കൊയറാണ് മനോഹരമായിട്ട് പാട്ടൊക്കെ പാടിയത്. അവരെ ഞാൻ ഓർക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മാർട്ടിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആശ്രയിക്കേണ്ട ഒരു ആൾ പരിശുദ്ധ അമ്മയാണ്. അമ്മ വൈദികരുടെ പ്രത്യേക അമ്മയാണ്, പ്രത്യേക മധ്യസ്ഥയാണ്, മാതൃകയാണ്. അമ്മയുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് പോവുക. യേശുപിതാവാണ് നമ്മുടെ ഇടവയുടെ മധ്യസ്ഥൻ, ഒപ്പം നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനും. യേശുപിതാവിൻ്റെ കരത്തെയും കൂട്ടിപ്പിടിച്ചുകൊള്ളുക. ഇവർ രണ്ടുപേരും മാർട്ടിനെ സഹായിക്കും. മാർട്ടിൻ പുണ്യവാളൻ നല്ലൊരു വിശുദ്ധനാണ്, ആതുര സേവനത്തിൻ്റെ മധ്യസ്ഥനാണ് മാർട്ടിൻ. പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അവൻ്റെ നിറമൊക്കെ കാരണം, മാർട്ടിൻ്റെ പുണ്യവാൻ്റെ നിറം കറുത്ത നിറമാണ്, മാർട്ടിന് നല്ല വെളുത്ത നിറമുണ്ട്. മാർട്ടിൻ പുണ്യവാൻ്റെ കറുത്ത നിറമായിരുന്നു. കാരണം അവൻ്റെ അപ്പനും അമ്മയും, അമ്മ നീഗ്ര വംശജയും അപ്പൻ വൈറ്റ് ആയിരുന്നു. ഈ മാർട്ടിനുണ്ടായപ്പോൾ കറുത്ത നിറമായതുകൊണ്ട് ആ അമ്മയും മകനെയും അയാൾ ഉപേക്ഷിച്ചിട്ട് പോയി. കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. മാർട്ടിനൊരു സന്യാസ വൈദികനാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആരെടുക്കാനായി ഈ കർത്താവിനെ? ആരും എടുത്തില്ല. പക്ഷേ മാർട്ടിൻ എങ്ങനെയോ ഒരു സന്യാസഭയിൽ ചെന്നുപെട്ടു. അവിടെ തീവ്രമായി ജീവിച്ചു, പ്രാർത്ഥിച്ചു, വലിയ വിശുദ്ധനായി തീർന്നു, വലിയ അത്ഭുതങ്ങൾ ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. അപ്പോൾ ആ മാർട്ടിൻ്റെ പേരാണ് ഈ മാർട്ടിൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജീവിതത്തിന് പ്രചോദനമായി തീരട്ടെ എന്ന് മാർട്ടിൻ പറയുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ഒപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ട് 3-4 ദിവസമായി ക്രിസ്മസിൻ്റെ മംഗളങ്ങളും ഒപ്പം പുതുവർഷവും ദൈവകൃപ ആകട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അഭിവന്യ പിതാവും സഹവൈദികരും നവവൈദികനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും ചേർന്ന് ഏതാനും ഫോട്ടോ എടുക്കുകയാണ്.